ആ കള്ളന്റെ പൊടി പോലും കാണുന്നില്ലല്ലോ. ആ ബബ്ബൻ എത്ര വേഗത്തിലാ പായുന്നേ. അവനിത് എവിടെ പോയി? ഒരു അടയാളം പോലും കാണുന്നില്ലല്ലോ. പോലീസ് മാഡം, നമുക്ക് കോജി അങ്കിളിന്റെ സഹായം വേണ്ടിവരും. എല്ലാവരും ഈ കണ്ണടകൾ വെച്ചോളൂ. ഇത് ധരിച്ചു കഴിഞ്ഞാലേ തറയിൽ പതിഞ്ഞിട്ടുള്ള ചെറുതും വലുതുമായുള്ള എല്ലാ ടയറുകളുടെയും അടയാളം കാണാൻ സാധിക്കും. അത് പരിശോധിച്ച് ആ ബബ്ബന്റെ ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കൂ. വെരി സിമ്പിൾ. ദേ ഘോജി സാർ എല്ലാം സിമ്പിൾ ആണെന്നും പറഞ്ഞ് സ്ഥലം വിട്ടു. ഇക്കണ്ട ടയറുകളുടെ അടയാളത്തിൽ നിന്ന് ബബ്ബന്റെ സൈക്കിളിന്റെ ടയർ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? ടയർ അടയാളം എങ്ങനെ കണ്ടെത്തും? ഈ അടയാളങ്ങളൊക്കെ വലിയ വണ്ടിയുടെ അമ്മാവാ. നമുക്ക് സൈക്കിൾ ടയറിന്റെ ചെറിയ അടയാളമാ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 100 കണക്കിന് സൈക്കിൾ ടയറിന്റെ അടയാളങ്ങൾ ഉണ്ടല്ലോ. ബബ്ബലിന്റെ സൈക്കിള് നോർമൽ സൈക്കിൾ പോലെയല്ലല്ലോ. നോർമൽ സൈക്കിളിന്റെ ടയറുകൾ ട്രീവൺ പോലെ കൂടിച്ചേർന്നുണ്ടാവാ. ബബ്ബന്റെ സൈക്കിൾ ഒരു മോണോ സൈക്കിളാണ്. അത് ഒരു ചക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. സിംഗിളായി പോകുന്ന ഏതെങ്കിലും ടയറിന്റെ അടയാളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എടാ ബബ്ബൻ, നിന്റെ കളിയൊക്കെ അവസാനിക്കാറായി. ഇനി എന്റെ കളിയാ തുടങ്ങാൻ പോന്ന്. ദേ നോക്കൂ, ഇവിടെ അടയാളം കാണുന്നുണ്ട്. ഇത് കാടിന്റെ ഉള്ളിലേക്കാ പോകുന്നത്. എടാ ബബ്ബൻ, നിന്റെ കളി അവസാനിക്കാറായടാ. നീ എന്റെ കയ്യിൽ കുടുങ്ങാൻ പോവാ. അല്ല, നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഒരിക്കലും ഈ ബബ്ബനെ പിടിക്കാൻ കഴിയില്ല. അതെ ഇൻസ്പെക്ടർ മാഡം, തിരിഞ്ഞും മറിഞ്ഞും നോക്കരുത്. ഫുൾ സ്പീഡിൽ അങ്ങോട്ട് പറപ്പിച്ച് വിട്ടോ. റെഡി? അയ്യോ അമ്മാവാ, നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നേ? ആ പോലീസ് മാഡം ഇങ്ങ് വരട്ടെ. ഇവൻ നല്ല കുട്ടിയാണെന്നല്ലേ നമ്മളോട് പറഞ്ഞത്? പേര് പറഞ്ഞേ ഉള്ളൂ, ദേ വിളി വന്നു. ഹലോ പോലീസ് മാഡം. അതെ അമ്മാവാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഫോൺ ചെയ്തതാ. എന്റെ ടിട്ടുമോൻ. പോലീസ് മാഡം, മാഡത്തിന്റെ ടീട്ടുമോൻ ടോയ് കാറും എടുത്ത് ഓടിച്ചു പോയിരിക്കുക. എന്താ? ഇത്രയും ചെറിയ കുട്ടി എങ്ങനെയാണ് കാർ ഓടിച്ചു പോകുന്നത് അമ്മാവാ? കാഴ്ചയിൽ അവൻ കുഞ്ഞാണെങ്കിലും പ്രവൃത്തിയിൽ അങ്ങനെയല്ല മാഡം. അവൻ വലിയ വലിയ ആൾക്കാരെ പോലും വെല്ലുവിളിക്കുന്നവനാണ്. ഞാൻ എന്തൊക്കെയായി പറയുന്നത് അമ്മാവാ? പോലീസ് മാഡം, നമുക്ക് ഇതൊക്കെ പോകുന്ന വഴി സംസാരിക്കാം. നമുക്കിപ്പോ ഒന്നും സമയമില്ല. നിക്ക് നിക്ക്, ഞാനും കൂടെ വരുന്നുണ്ട്. നിക്ക്. എങ്ങനെയെങ്കിലും ആ കാറിനെ തടഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മാവാ, നമ്മുടെ സ്കൂട്ടർ. ഓയ് ബല്ലേ ബല്ലേ, ബല്ലേ ബല്ലേ. അമ്മാവാ, ഇങ്ങനെ ഡാൻസും കളിച്ച് നിക്കല്ലേ, വേഗം കാറ് പിടിച്ചു വെക്ക്. അമ്മാവാ, എന്നെ പിടിക്കേ. എടാ ബഹദൂരെ, കാറ് നിർത്ത്. അമ്മാവനും അനന്തരവനും അവിടെ നിപ്പുണ്ട്. എടോ അമ്മാവ, താനിതെവിടെ ഒളിച്ചിരിക്കുന്നെ? എന്റെ അനന്തരവനെയും കാണുന്നില്ലല്ലോ. എടോ അമ്മാവ, കുഞ്ഞിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ തന്നെ ഞാൻ ജയിലിലടയ്ക്കും പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ തന്നെയുണ്ട് പോലീസ് മാഡം. എവിടെയാന്ന് പറ, എനിക്കൊന്നും കാണുന്നില്ലല്ലോ. പോലീസ് മാഡം, താഴോട്ടൊന്ന് നോക്ക്. അയ്യോ മാഡം, ഞാൻ ഇവിടെയാ, ഇവിടെ.
സോറി അമ്മാവ. പോലീസ് മാഡം ടിറ്റു ആ ഭാഗത്തേക്കാ പോയിരിക്കുന്നത്. എല്ലാ ഭാഗത്തും തടസ്സം ഉണ്ടാക്കണം, എങ്കിലേ നമുക്ക് ടിറ്റുവിനെ വേഗം പിടിക്കാൻ പറ്റും. ഈ അച്ഛൻ ചീത്തയാ, അച്ഛൻ ചീത്തയാ, ചീത്തയാ. കൊള്ളല, കൊള്ളല, നമുക്കൊരു കാര്യം കൊള്ളല. ചെയ്യാം. നമുക്ക് ഇയാളെ ഇൻസ്പെക്ടർ മാഡത്തെ ഏൽപ്പിച്ചാലോ? അപ്പൊ മാഡം നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും. അല്ലമ്മാവ, നിങ്ങളെന്താ ഇവിടെ? നിങ്ങളുടെ അനന്തരവൻ ഈ നഗരം മുഴുവൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കാണല്ലോ. പോലീസ് മാഡം, ഈ അമ്മാവന് വഴിയിൽ നിന്ന് കറങ്ങി കിടന്നപ്പോ കിട്ടിയതാ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇയാളെ മാഡത്തിനെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതിയത്. അച്ഛൻ നുണ പറയുന്നത് മാഡം, അച്ഛൻ പറയുന്നത് നുണയാ. ഈ അച്ഛൻ എനിക്ക് ക്യാൻഡി തരാന്ന് പറഞ്ഞ് എന്നെ ജീപ്പിൽ ഇരുത്തി കൊണ്ടുപോയി. കുതിരയാവാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ നിങ്ങളാണ് അമ്മാവനെ തട്ടിക്കൊണ്ടു പോയത്. നിങ്ങളുടെ കള്ളത്തരം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ചേട്ടാ ഓടിക്കോ, കള്ളി വിളിച്ചിട്ടേ. അച്ഛൻ നിൽക്കൂ, എന്നെ ഇവിടെ ഇട്ടേച്ച് അതെ പോകല്ലേ. അമ്മാവ, നിങ്ങൾ അവിടെ നിൽക്ക്. എങ്ങോട്ടായി ഓടണേ? അച്ഛാ നിൽക്കൂ, ഒന്ന് നിൽക്കച്ചാ, അച്ഛാ നിൽക്കൂ. അമ്മാവാ, പോലീസ് മാഡം. കൊച്ചക്ക, വേഗം ചെല്ല്. അമ്മാവൻ ആ ടങ്കാട്ടോൽക്കയുടെ കൂടെയുണ്ട്. പോലീസ് മാഡം, ഞാൻ കോച്ചിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിച്ചാ വരുന്നേ. അമ്മാവന് ഇത് കൊടുത്താൽ എല്ലാം ശരിയാവും. ആ ആയിക്കോട്ടെ, നീ വേഗം വാ. ഈ അച്ഛൻ ചീത്തയാ, എനിക്ക് ക്യാൻഡി വാങ്ങി തരില്ല, കുതിര സവാരി ചെയ്യിക്കില്ല. അച്ഛൻ ചീത്തയാ, അച്ഛൻ നല്ല അച്ഛനല്ല. കുതിരയാ വെച്ചാ, ടിക് 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 കുതിരയാ വെച്ചാ. അയ്യോ, നീ പിന്നെ വന്നല്ലേ? എന്റെ മുടി, എന്റെ മീശ, ഡോൾക്കി, ഡോൾക്കി. എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇവന് ജീപ്പിൽ നിന്ന് ഇറക്കി വിടാൻ നോക്ക്. എടാ മാങ്ങാത്തലിയ, ജീപ്പ് നിർത്ത്. ഇന്ന് ഞാൻ നിന്നെ ആഴിക്കുള്ളിലാക്കിയിരിക്കും. നിക്കവിടെ. ഓ, എന്തൊരു കഷ്ടകാലമാണിത്. ആ പോലീസ് മാഡത്തിനെയും അനന്തരവനെയും വടിയെടുത്ത് 4 എണ്ണം കൊടുക്കാനായി എനിക്ക് തോന്നുന്നത്. ഇത് അച്ഛാ, ഈ വടി കൊണ്ട് തന്നെ അടിച്ചോ. എവിടുന്നാ നിനക്ക് ഈ വടി കിട്ടിയതെന്ന് പറ. അയ്യോ, വണ്ടിയുടെ ഗിയർ ഊരിയെടുത്തു. ഇനി എങ്ങനെ വണ്ടി ഓടിക്കും? അതല്ല അച്ഛാ, അവരെ അടിക്ക്, അടിക്ക്. അവര് ചീത്തയാ, ചീത്തയാന്ന് പറ. ചേട്ടാ, ചേട്ടാ, മുന്നിലതാ മല കാണുന്നു, ബ്രേക്ക് ചവിട്ടേ. അയ്യോ, അയ്യോ, പ്രേതം. ഓ, അമ്മാവാ, എവിടെ പ്രേതം? ആ പെയിന്റിംഗ് എന്റെ തൊപ്പി അടിച്ചു മാറ്റി. തൊപ്പി എന്റെ കയ്യിലുണ്ടല്ലോ, ചിലപ്പോ തിരിച്ചു വെച്ചതായിരിക്കും. പെയിന്റിംഗില് പ്രേതമുണ്ട്. പ്രേതം മാഡത്തിന്റെ റിവോൾവർ തട്ടിയെടുത്തു. ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അമ്മാവന് ഇവിടെയാ പ്രേതത്തിനെ കണ്ടത്, മാഡത്തിന് അവിടെയും. ഇത് കണ്ടില്ലേ, എല്ലായിടത്തും മണ്ണും പൊടിയും. നടുവിലൂടെ മുന്നിലെ ഭിത്തിയിലോട്ട് ഒരു വഴിയുണ്ട്. അവിടെ ഒരു വാതിലുണ്ടാവുന്നാ തോന്നുന്നേ. എടാ കൊച്ചേർക്ക, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. പ്രേതങ്ങളെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മ, ഇവരെന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. എന്റെ നാണയോ ഇവരെടുത്തു. അമ്മാവാ, നിങ്ങൾ ആരെയും സറണ്ടർ ചെയ്യാ. പോലീസ് മാഡം ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കാറ്റ് നൃത്തം ചെയ്യുന്ന മയിലിനെയും നാട്ടിൽ വിലസുന്ന കള്ളനെയും ആരെ കൊണ്ട് പിടിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഇവിടെയാണ് മോഷ്ടിച്ച സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. ഈ കോട്ടയിൽ വരുന്ന ജനങ്ങളെ പ്രേതങ്ങളെ പോലെ പേടിപ്പിക്കുകയും ചെയ്യും. എങ്കിലേ ആരും ഇങ്ങോട്ട് വരാതിരിക്കും. പിന്നെ ഞങ്ങൾ മോഷ്ടിച്ച സാധനങ്ങൾ ആരും കാണാനിടവരില്ല. ഇവരെ പിടിച്ചു കേട്ടോ. എടാ കൊച്ചേർക്ക, ഈ കഥകിന്റെ കാര്യം എന്തായി? ഇവരിതെവിടെ പോയി? അമ്മാവനും അനന്തരവനും അപ്രത്യക്ഷം പ്രേതം.
പോലീസ് മാഡം, കൊച്ചേർക്ക നീ ഇതെങ്ങോട്ടാ പോയേ? ബഹദൂറെ, അമ്മാവനെ അനന്തരവനെ പ്രേതങ്ങൾ പിടിച്ചോണ്ട് പോയടാ. മാഡം, നമുക്ക് ഇവിടെ ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവർ നമ്മളെയും പിടിച്ചു വീഴുന്നു. ഓം ശക്തി പരാശക്തി, ഓം ശക്തി പരാശക്തി, ഓം ശക്തി പരാ